സോ ഹായ് ഗൈസ്, നമ്മുടെ നേപ്പാൾ ട്രിപ്പിന്റെ ഡേ 3 ആണിന്ന്. നമ്മളിപ്പോ ഏതോ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ട്രെയിൻ എവിടെ പിടിച്ചിട്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് നമ്മുടെ ട്രെയിൻ ഒരു 8 മണിക്കൂർ ഡിലേ ആയിട്ടാണ് പോടുന്നത്. അപ്പൊ എപ്പോ എത്തും എന്നൊന്നും അറിഞ്ഞുവിടാം. ഞാൻ ഇന്ന് എഴുന്നേറ്റപ്പോ ഏകദേശം ഒരു ഉച്ചയ്ക്ക് 2:30 വേറെ പണിയൊന്നുമില്ല, ട്രെയിനിൽ വെറുതെ ഇരിപ്പാണ്. ഇപ്പൊ ഉച്ചയായപ്പോ ഒരു കിടിലൊരു ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നമുക്ക് അതൊരു ബാഡായിരിക്കും നമ്മുടെ സൈഡിൽ, പക്ഷെ ഇവിടെ ബംഗാളിൽ അതൊരു ബാഡേ അല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിൽ ഒരു ട്രാൻസ്ഫർ വന്നു കഴിഞ്ഞപ്പോഴത്തേന് എന്റെ കൂടെ അപ്പുറത്തെ മച്ചാൻ പുള്ളിക്ക് എന്താ പറയാ, ഇപ്പോ ലൈംഗിക ദാരിദ്ര്യം കൊണ്ടാണോന്ന് അറിയത്തില്ല, മച്ചാൻ അവിടെ 50 രൂപ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു പൈസ തരാം, തുണി ഊരി കളിക്കുമെന്ന്. അത് പറയാൻ കേൾക്കാൻ നോക്കിയിരിക്കുമായിരുന്നു. പുള്ളിക്കാരി നൈസായിട്ട് ചാടി പാൻറ് ഊരി. പിന്നെ മച്ചാൻ മുകളിൽ എൻ്റെ കൊടുത്തിരുന്നല്ലേ, നേരെ വയലിന് താഴെ ഇറങ്ങി താഴെ പോയിട്ട് ദേഹത്ത് പിടിക്കുക, ഇതൊക്കെ. അതൊക്കെ ആണെങ്കിൽ പുള്ളിക്ക് വന്ന ട്രാൻസ് ആണെങ്കിൽ എന്താ പറയാ, ഇവിടെ മൊത്തം പിള്ളേരുണ്ടല്ലോ. അപ്പോൾ ഒരു ചെറുക്കൻ്റെ മണ്ട താഴെ കിടക്കുക, ചെറുക്കൻ്റെ മണ്ടയിലാണ് തുണി ഇല്ലാതെ നിൽക്കുന്നത്. ചെറുക്കൻ താഴെ മുകളിലോട്ടൊക്കെ നെട്ടും ഉറപ്പാ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ് ഒക്കെയാണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ട്രെയിൻ ഇപ്പൊ ഏകദേശം ഒരു 7 മണിക്കൂറിനടുത്ത് ആയിട്ടുണ്ട്, ഓടിപ്പിടിച്ചിട്ടുണ്ട്. എന്തായാലും പാട്ന എത്തുമ്പോഴത്തേന് നമുക്ക് കാണാം. ഇതാണ് ഡേ 3 ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഒരു വൈകിട്ട് 4 മണിയോളം ആയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം, എന്താണ് ഇനി ഉണ്ടാകാൻ പോകുന്ന എക്സ്പീരിയൻസ് നോക്കാം. ദിവസത്തിന്റെ പരിപാടി ഇന്ത്യ പാകിസ്ഥാൻ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ കളി ഇനിയും കണ്ടു കഴിയുന്ന നമ്മൾ എന്തായാലും കിടന്നുറങ്ങുന്നതായിരിക്കും. അപ്പൊ അപ്പൊ റിങ്കു കളി ജയിപ്പിച്ചു. അപ്പൊ ഇനി കിടന്നുറങ്ങാം. ഗുഡ് നൈറ്റ് ഗായ്സ്. അപ്പൊ നാളെ പട്നയിൽ വെച്ച് കാണാം. ബൈ ബൈ ദിക്കാതോ.